ഇത് നമ്മുടെ മിക്കുവിനെയും പെങ്കുവിനെയൊക്കെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന വീഡിയോ കേട്ടോ. അതും കഴിഞ്ഞ് സമയങ്ങൾ ഒരുപാടായിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്തിടാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. കാരണം മിക്കുവിനെയും പെങ്കുവിനെയൊക്കെ കാരണത്ത് നമ്മളെ കയറ്റിക്കൊണ്ടിരുന്ന നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ഇവിടെ 2 ആഴ്ചയോളം ഞാനിവർക്ക് ഇങ്ങനെ ചോറും മീനും ഒക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. കൊണ്ടുവന്ന് രാവിലെ വൈകുന്നേരം വന്ന് തുറന്നും വിട്ട് ഇവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലേക്ക് വാടകക്കാരൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വാടകക്കാരുണ്ട്. നമ്മുടെ വീട് ഒഴിഞ്ഞ് അന്ന് മൂലേ വാടകക്കാർ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവർക്ക് ഇങ്ങനെ കൂടാവാത്തതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടും 2-3 ആഴ്ച കഴിയട്ടെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ അവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ വന്നേക്കുവാണേ. അപ്പം ഞാൻ വരുമ്പോൾ നമ്മുടെ ഈ പൂച്ചകൾ കൂടി വരും ചോറ് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ബെല്ലയ്ക്കൊക്കെ എന്നെ കണ്ടെൻ്റെ സന്തോഷമാണ്. വല്ലപ്പോഴും എല്ലാവരും കാണുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബെല്ല നമ്മുടെ പഴയ വീട്ടിൽ തന്നെയാണ് കേട്ടോ. വാടകക്കാരൊക്കെ വന്ന് അവർ സെറ്റായിട്ടുണ്ട്. അപ്പം ബെല്ല അവർ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആയിരുന്നു ക്ലീനിങ്. നമ്മൾ പുറത്തുനിന്ന് ആരും നിർത്തിയിരുന്നില്ല ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ 1-2 ആഴ്ച കൊണ്ട് നമ്മൾ സാധനം എല്ലാം കുറേശ്ശെയായിട്ട് പുതിയ വീട്ടിലോട്ട് മാറ്റി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ വന്ന് കയറുമ്പം കിടന്ന വീടാണിത് കണ്ടോ. ഞാനിപ്പം ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു സാധനം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. പഴയ വീട്ടിലെ സാധനങ്ങളെല്ലാം ഞാൻ പുതിയ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രം പിന്നെ കത്തിച്ച് കളയാനും ഒക്കെ ഉള്ളതാട്ടെ. അങ്ങനെ നമ്മുടെ അടുക്കളയുടെ ഒക്കെ കോലം കണ്ടോ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വേണം ക്ലീൻ ചെയ്യാനോന്ന് ഓർക്കുമ്പോഴാണ്. കാരണം ഇത് ഇന്ന് തന്നെ ക്ലീൻ ചെയ്ത് അടുത്ത ദിവസം തന്നെ അവർക്ക് താക്കോലും കൊടുക്കണം. അവസാനം ഞാൻ ഒറ്റയ്ക്ക് മണിക്കൂറുകളെടുത്ത് ക്ലീൻ ചെയ്തെൻ്റെ കണ്ടോ. നല്ല വൃത്തിയാക്കിയിട്ടില്ലേ. ഇനി എന്തായാലും അവരുടെ വക ഒരു ക്ലീനിങ്ങും കാണുമല്ലോ. എന്നാലും അവർക്ക് വലുതായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ ഞാനെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളുള്ളതും അവർ അച്ഛനും മക്കളുടെ കാരണത്താക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തത്. നമ്മൾ പുറത്തുനിന്ന് ഒറ്റ വണ്ടി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജും ഒക്കെ കൊണ്ടുപോകാനായിട്ട് 1-2 കട്ടിലും അമ്മയുടെ തയ്യൽ മെഷീനൊക്കെ കൊണ്ടുപോകാനായിട്ട്. ബാക്കി എല്ലാ സാധനവും നമ്മുടെ കാറിനകത്ത് ട്രിപ്പ് അടിക്കുന്നത് കേട്ടോ. നമ്മുടെ പുതിയ വീടും പഴയ വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പിള്ളേരെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. പിന്നെ ഇവരെ പോലൊന്നുമല്ല ബെല്ലയ്ക്ക് പിന്നെ നമ്മോട് അങ്ങനൊന്നുമില്ല. നമ്മളെ ജസ്റ്റ് ഒന്ന് കാണണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഡെയിലി പോയി വരാം. പിന്നെ ഇപ്പോഴത്തെ താമസിക്കുന്നവരെ അറിയാമല്ലോ. അപ്പം അവിടോട്ട് നമുക്ക് ഇവരെല്ലാവരെയും കൂടെ ഒന്ന് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമില്ല. എന്നാലും മാക്സിമം ഞാൻ കൊണ്ടുപോകാൻ നോക്കും. ഇവരെ തന്നെ ഇടാൻ എനിക്ക് സ്ഥലമില്ല. ഞാൻ പറഞ്ഞല്ലോ വീട് പെട്ടെന്ന് ഒഴിഞ്ഞ് കൊടുക്കേണ്ടതുകൊണ്ട് മാത്രം ഇവരെ കൊണ്ടുപോവാണ്. ഇവർക്കുള്ള കൂടും കാര്യങ്ങളും ഒന്നും സെറ്റായിട്ടില്ല. മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടേ. പിന്നെ നമ്മുടെ മിക്കും പിങ്കും കാറിൻ്റെ ലോക്ക് എടുക്കുന്നത് കണ്ടാൽ പിന്നെ കാറിനകത്ത് കയറാൻ പിന്നെ വെകളി പിടിച്ച് നടക്കുക. കാരണം പിങ്കുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെകളി പിടിച്ച് നടക്കുന്നത്. പിന്നെ നമ്മുടെ പപ്പിക്കും റോക്കിക്കും കാറിനകത്തൊന്നും എന്നെ കയറി പരിചയമില്ല കേട്ടോ. അവരെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്കൊരു മടിയും ഒരു പേടിയും ഉണ്ട് കേട്ടോ. പിന്നെ ഇവരെയും കൂടെ കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ ബെല്ലെ രാത്രിയിൽ അവർ വടക്കാർ വരുന്നത് വരെ നമ്മൾ രാത്രിയിൽ അഴിച്ചു വിടാമെന്ന് വിചാരിച്ച്. അപ്പം അവൾക്ക് അവിടെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. ഇവളീ മതിൽ ചാടും കേട്ടോ. ഇവരിങ്ങനെ ചാടത്തില്ല. പക്ഷേ അപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി പൊക്കക്കുറവുണ്ട്. ബെല്ല ഇങ്ങനെ മതിൽ ചാടും. അപ്പോൾ അതിന് വേണ്ടി അവിടെ ചെടിച്ചട്ടി എടുത്ത് വെച്ചേക്കും കേട്ടോ. കാരണം ഞങ്ങളൊന്ന് തുറന്ന് വിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ അവൾ മതിൽ ചാടുന്നുണ്ട്. നേരത്തെ ചാടുമായിരുന്നു. അപ്പം നമ്മളും കൂടി ഇവിടെ ഇല്ലാത്തപ്പം മതിൽ ചാടിക്കഴിഞ്ഞാൽ പുറത്ത് കുറേ പട്ടികളൊക്കെ ഉള്ളല്ലോ. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വെച്ചേക്കുന്നതല്ലേ. അപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അവിടെ കുറേ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി അവൾ മതിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 പേരെയും കാറിൽ കയറ്റി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ കാറ് വരാത്തതുകൊണ്ട് ഞാനും ആഷ്ലിയും പുറകിൽ സ്കൂട്ടറിലാണ്. അപ്പം ലച്ചനോട് ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കണേ. പ്രത്യേകിച്ചും പിങ്കുവിൻ്റെ വെകളിത്തരങ്ങളൊക്കെ വണ്ടിയിൽ കയറിയിട്ടുള്ള വെകളിത്തരങ്ങളിലൊക്കെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ലച്ചുവിൻ്റെ കൊടുത്തേ. അവൾ കുറച്ചെങ്ങാണ്ട് എടുത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടെ കിടന്ന് അവരെങ്ങാണ്ട് ടൂറ് പോകുന്നവരായിട്ട് തിരിഞ്ഞു നോക്കാം, നമ്മുടെ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കാം. പക്ഷേ ഞാനിത് എഡിറ്റ് ചെയ്യുന്നവരാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗം കണ്ടില്ലായിരുന്നല്ലോ. നമ്മുടെ റോക്കിയാന്ന് തോന്നുന്നു മടിയിലൊക്കെ ഇരിക്കുന്നത്. റോക്കിക്ക് പേടി കേട്ടോ. ഞാൻ പറഞ്ഞില്ല റോക്കിക്കും പപ്പയ്ക്കും വണ്ടി കയറി പരിചയമില്ല. മറ്റവർക്ക് 2 പേർക്കും വണ്ടി കണ്ടോ കാണിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും വണ്ടി കയറുന്നതാണ് ഇഷ്ടം. അത് 2 വീലറിലും കയറും 4 വീലറിലും കയറും. എവിടെ സർക്കിട്ട് പോകാനായിരുന്നു. ആ പിങ്കുവിൻ്റെ ആ ഒരു ഇത് കണ്ടോ. 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് മിക്കുവിനും പിങ്കുവിനും വണ്ടി കയറുന്നത്. പക്ഷെ നമുക്ക് ബെല്ലെ കൊണ്ടുപോകാനായാലും ഇതൊന്നും പറ്റത്തില്ല. ബെല്ലെ ചങ്ങല ഇട്ട് നടത്തി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഇവരെ ഒന്ന് സെറ്റാക്കിയിട്ട് എപ്പോഴെങ്കിലും ബെല്ലെ തിരിച്ച് കൊണ്ടുവരണം ഇങ്ങോട്ട് കേട്ടോ. നമ്മളെന്തായാലും അവളെങ്ങനെ കളയത്തില്ല. ഇപ്പോൾ അവൾ അവിടുത്തെ വാടകക്കാരോട്ട് സെറ്റായിട്ടിരിക്കുക കേട്ടോ.
പിന്നെ മിക്കവാറുമുള്ള ദിവസങ്ങളെല്ലാം ഞാൻ അവർക്ക് ഫുഡുമായിട്ട് നമ്മുടെ വക ഫുഡുമായിട്ട് പോകും. അവർ ഫുഡ് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ നമ്മുടെ പൂച്ചയ്ക്ക് നമ്മുടെ അന്ന് കണ്ട പൂച്ചയ്ക്കും ചോറ് കൊടുക്കുന്നുണ്ട്. ബെല്ലയൊക്കെ നല്ലോണമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുന്നതിനേക്കാളും നന്നായിരിക്കും ഇപ്പം ബെല്ല. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇപ്പോഴത്തെ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിടാം കേട്ടോ. ഇനി അടുത്ത ദിവസം മുമ്പ് അതുകൊണ്ട് ആ പിങ്കു കാണിക്കുന്ന വെകളിത്തരം നോക്കി അവൾക്ക് ഫ്രണ്ടിലിരിക്കാൻ കേട്ടോ. എപ്പോൾ വണ്ടി കയറിയാലും അവൾക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ലച്ചുവിനെ തള്ളിക്കളയുന്നത്. അങ്ങനെ അതാണ്ട് ഫൈനലി അവർ വീട്ടിലെത്തി. അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എവിടെ എന്തുവാ. എനിക്ക് തോന്നുന്നു അവർക്ക് ഏകദേശം 1-2 ആഴ്ച കൊണ്ട് മനസ്സിലായി കാണും ഞാൻ എന്ന് ഈ വന്ന് പോകുമ്പം അവിടെ ഇല്ലാത്തതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് മിണ്ടാപ്രാണികൾ എന്തെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും. എന്തായാലും വന്നു കഴിഞ്ഞ് ദാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെകളി പിടിച്ച് ചാടുവാണ്. എന്താ എവിടെ ഏതാ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് പെട്ടത്. പിന്നെ അവർ ആ ഇട്ടപ്പെട്ട സ്ഥലത്ത് കിടന്ന് അപ്പുറത്തുള്ളവർ 1-2 പേരെയും പിന്നെ എൻ്റെ ഒരു സ്കൂട്ടറും കാറും അല്ലാതെ അവർ വണ്ടികളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് റോഡിലോട്ട് നോക്കി വന്നപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ കാണുമ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ വണ്ടികളൊക്കെ പോകുന്ന റോഡിൽ കൂടെ ഒക്കെ ആൾക്കാർ പോകുമ്പോൾ ഒരു സ്വൈര്യത അവർക്കൊന്നും കൊടുക്കത്തില്ല, കൊരിയായിരിക്കുമെന്ന്. പക്ഷേ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റോക്കി ഇഷ്ടമില്ലാത്ത ചിലവരെ കാണുമ്പം ഒന്ന് മൂടുന്നത് കാണാം, ഒന്ന് ചെറുതായിട്ടൊന്ന് കുരയ്ക്കുന്നത് കാണാം കേട്ടോ. അല്ലാതെ പെൺപിള്ളേരെയും കൊണ്ടൊന്നും യാതൊരു ശല്യമില്ല. കഷ്ണം പാവങ്ങൾ ഇപ്പം ഞാൻ കൂടെ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു ധൈര്യമുണ്ട്. ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു ധൈര്യമൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ഈ പുറത്തെ ബാത്റൂം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടൊക്കെ ടൈൽസൊക്കെ ഇട്ടിരിക്കുകയാണ്. നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് ഇടാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഈ കൂട് പണിയണം. നമുക്ക് കൂടിന് സ്ഥാനം കണ്ട് നമുക്ക് അത് പണിഞ്ഞെടുക്കണം. അതുവരെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അഴിച്ചും വിട്ട് പിന്നെ അതിനകത്ത് അവരങ്ങ് സെറ്റായിക്കോളും. ഇവർക്ക് കൂട് പണിയാനായിട്ട് ഒരു ദിവസം ആൾക്കാർ വന്നേ കേട്ടോ. കട്ടയും സാധനങ്ങളും എല്ലാം ഇറക്കിയിട്ടപ്പോഴത്തേക്കിനും മഴയായി. ഇനിയിപ്പം മഴ കഴിയാതെ നമുക്ക് നടക്കത്തില്ല. കുഴപ്പമൊന്നുമില്ല. ഇവർ അവിടെ സെറ്റായി. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവരെ വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട പേടിയുണ്ട്. സ്റ്റെപ്പ് കയറാനും ഒക്കെ ഇവർക്ക് പേടിയുണ്ട്. പിങ്കുവിനും മിക്കുവിനും ഒന്നും പേടിയില്ല. പക്ഷേ പപ്പി കയറത്തേയില്ലെന്നും പപ്പിയെ നമ്മൾ എടുത്തുകൊണ്ടാണ് മേളത്തെ നണ്ടിലോട്ട് കൊണ്ടുവന്നത്. പേടിയുണ്ട്. അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ. അവർക്കിനി ഇതൊരു ശീലമാവണം. ഇപ്പം പക്ഷേ ഓക്കെ കേട്ടോ. ഇപ്പം എല്ലാവരും മേളിലും അവിടെയും ഇവിടെയും ചാടി കയറാനാണ് വെപ്രാളപ്പെടുന്നത്. അപ്പം ഞാൻ പിന്നെയും വിചാരിച്ച് ഇവർ ഇങ്ങോട്ടൊന്ന് ഇടാവുന്നു കേട്ടോ. ഈ ഓപ്പൺ ടെറസിലൊന്ന് ഇടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും കുറച്ച് നേരം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് കഥ പഠിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ താഴെ നിന്ന് പിള്ളേരാരാണ്ടൊന്ന് വിളിച്ചപ്പോഴത്തേക്കിനും പിങ്കു എടുത്ത് അപ്പുറത്തെ ഷീറ്റിൻ്റെ മണ്ടയ്ക്കകത്ത് നമ്മുടെ വർക്ക് ഏരിയയുടെ ഷീറ്റിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്തൊരു ചാട്ടം. പിന്നെ അവിടെ ഇട്ടാൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായിട്ടോ. പിന്നെ നമ്മൾ താഴത്തെ അവിടെ തന്നെ കൊണ്ടുവന്ന് അങ്ങിട്ട്. ഇതുവരെ അവർക്ക് കൂട് സെറ്റായിട്ടില്ല. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ രാത്രി മൊത്തം ലൈറ്റ് ഇട്ട് കൊടുത്തേക്കും. പിന്നെ പുറത്തൊന്നും കാണാനുള്ള ഒരു ഇതില്ല. പുറം കാണാനുള്ള ഒരു ഇതൊന്നും അവർക്ക് ഇല്ല. അതാണ് എത്രയും പെട്ടെന്ന് കൂട് ശരിയാക്കി എടുക്കണം. ഞാനാണെങ്കിൽ ഡെയിലിയും മറ്റേ പഴയ വീട്ടിൽ രാവിലെ വൈകുന്നേരം ചെന്നിട്ട് പോരാൻ നേരം ഭയങ്കര പരാതിയും പരിഭവവും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവർ അച്ഛനും അത് പപ്പി എടുത്തോണ്ട് വന്ന് പേടിച്ച് നിന്ന പപ്പി എടുത്തോണ്ട് വന്ന് വെളിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കയറത്തില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ പഴയ വീട്ടിലിങ്ങനെ 1-2 ആഴ്ചയൊക്കെ ഞാൻ അവിടെ ഇട്ടിരുന്നപ്പം അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ബെല്ലിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ ഒരു സന്തോഷം. അവർക്ക് സമയാസമയങ്ങളിൽ ഫുഡ് കിട്ടിയാൽ മതി. അതിനപ്പുറത്തോട്ട് ഞാനുമായിട്ടൊരു വലിയ അടുപ്പവും കാര്യങ്ങളൊന്നും ബെല്ലയ്ക്കില്ല കേട്ടോ. അത് കുഞ്ഞുനാൾ മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരങ്ങനല്ല. ഇവർക്കാണെങ്കിൽ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം, നമ്മളെപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ ദിവസേന ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര പരാതിയും പരിഭവം. ആദ്യത്തെ 1-2 ദിവസം കുഴപ്പമില്ല. പിന്നെ അവർക്ക് ഭയങ്കര എന്തോ വിഷമമായിരുന്നു. അത് കാണുമ്പോൾ നമുക്കും ഒരു സങ്കടമായിരുന്നു.